ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഡ്യൂട്ടിയൊക്കെ ലീവ് എടുത്തിട്ടൊരു പുറത്ത് പോവാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, പുറത്ത് പോവാനൊന്നും കയ്യിലുണ്ടാവില്ല. ഇന്ന് നല്ല മഴയാണ് ഗൈസ്. മഴ ഇന്ന് പുറത്ത് പോവാൻ പറ്റും. ശരി, നമുക്ക് ഫുള്ള് നമ്മള് പ്ലാനിങ് ഒക്കെ കൊളായില്ലേ? പറഞ്ഞോ. നമുക്ക് കോട്ടിട്ടിട്ട് പോവാം. പുതിയ കണ്ടുപിടുത്ത കോട്ടിട്ടിട്ട് പോവാന്നുള്ളത്. ഒക്കെ എപ്പോഴായാലും പോയാ മതി. നല്ല മഴ കണ്ടിട്ടില്ലാലോ ഒന്നല്ല. മഴ അവിടെയൊക്കെ മഴ ഉണ്ടാവൂലേ? പക്ഷെ എങ്ങനെ പോവും ഈ വെള്ളത്തില്? അതാണ് പ്രശ്നം. മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ വെയിറ്റ് ചെയ്യാം, പോവാ ഇല്ലയോ നോക്കാലോ. അതാ ആരെയോ ആലോചിച്ചിരിക്കുന്നു, എൻ്റെ സ്വന്തം ഭർത്താവ്. ഇപ്പം മോളും കൂടി നല്ല മഴ ആസ്വദിച്ചിരിക്കുകയാണ് തോന്നുന്നുണ്ട് കേട്ടോ. മൂപ്പര് ചിലപ്പം വിചാരിക്കുന്നുണ്ടാവുന്ന പണിക്ക് പോകണോ വേണ്ടേ, ചിലപ്പം മടിയനായിട്ടും വേണമെങ്കിൽ ഇരിക്കുന്നതായിരിക്കും. നല്ല മഴ, മുറ്റം നിറയെ വെള്ളം. അപ്പം ഇന്നലെ പെയ്ത ഫുൾ മഴ എൻ്റെ വണ്ടി കൊണ്ട്. അപ്പം എൻ്റെ വണ്ടി വിചാരിക്കുന്നുണ്ടാവും, ഓ ഞാൻ കുളിച്ചല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ നോക്കി. ഫുഡ് ഉണ്ടാക്കി. പിന്നെ എൻ്റെ മോള് വെറുതെ അവിടെ കിടന്നിട്ട് കരയുണ്ടായിരുന്നു. മോൾക്ക് ഉറങ്ങി എണീക്കുക, കരയുക, ഇതല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് പുറത്തേക്ക് പോവാം. പുറത്ത് ഞങ്ങൾ മിനി ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടി നിന്ന്. പക്ഷെ ഭയങ്കര ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. മഴ വന്ന് മിനി ഊട്ടി നല്ല മഴ പെയ്ത് ഞങ്ങൾ അവിടെ പെട്ടുകയും ചെയ്ത്, വണ്ടി കേടാവുകയും ചെയ്തു. നമ്മള് പെട്ട കേസ്, വണ്ടി കേടായി. വണ്ടി അനങ്ങൂലാന്ന്. നമ്മളിപ്പോ വണ്ടി ആയിട്ട് നന്നാക്കാൻ ആരോ വന്നത് കൊണ്ടുപോയി. നമ്മള് നടക്കുകയാണെങ്കിൽ വണ്ടി കേടായിട്ട് അത് ഇപ്പൊ താഴത്തേക്ക് വർക്ക്ഷോപ്പിലേക്ക് അവിടെ ഉള്ളൊരു ആളാണ് കൊണ്ടുപോയത്. എന്നിട്ട് ഭയങ്കര ഒരു സിറ്റുവേഷൻ. ഇന്ന് വണ്ടി എടുക്കാൻ പറ്റിയില്ല. ഇന്ന് ശരിക്കും ഞങ്ങള് ലീവ് എടുത്തിട്ട് പുറത്ത് പോയതായിരുന്നല്ലോ. മഴയൊക്കെ ഉണ്ടായിട്ട്, മഴയൊക്കെ മാറിയതിന് ശേഷം ഞങ്ങൾ പുറത്ത് പോകാന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, വണ്ടി എടുത്ത് മിനി ഊട്ടിയിലേക്ക് പോയേ. അപ്പോൾ മിനി ഊട്ടിയിലേക്ക് പോയി. മിനി ഊട്ടി നല്ല രസത്തിൽ ഞങ്ങൾ മഴയൊക്കെ പെയ്ത് മഴക്കോട്ടൊക്കെ ഇട്ടിട്ട് നല്ല സ്റ്റൈലാക്കിയിട്ട് ഇങ്ങനെ പോയതേനും. പക്ഷേ മിനി ഊട്ടി എത്തണേൻ്റെ ഒരൊറ്റ കിലോമീറ്റർ മുമ്പ് എന്തായി, എൻ്റെ വണ്ടി ഞാനിനി അനങ്ങൂല ഇവിടുന്ന്, നിങ്ങൾ ഇന്ന് എന്ത് കളിച്ചാലും വേണ്ടിയില്ല, ഞാനിവിടുന്ന് അനങ്ങൂല പറഞ്ഞിട്ട് എൻ്റെ വണ്ടി അവിടെ സ്റ്റെക്കായിപ്പോയി. അതായത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കുന്നിൻ്റെ മുകളിൽ മിനിയൂട്ടിയൊക്കെ കാണാനും പറ്റിയില്ല. പക്ഷെ വണ്ടിയും കേടായി, ടെൻഷനായി. വീട്ടിൽ നിന്നും പോകണ്ട, മഴത്ത് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല ഞാൻ എന്തായാലും പോയേ പറ്റുള്ളൂ, അങ്ങനെ എങ്ങനെയെന്ന് വാശി പിടിച്ചിട്ട് പോയതേനും. പക്ഷെ ഒരു പറഞ്ഞ പോലെ തന്നെ എന്താ പറ്റി, വണ്ടി കേടായി. ഇത് തിരിച്ച് വീട്ടിലെത്തണ്ടേ? വീട്ടുകാരോട് പറഞ്ഞു വാശിയിൽ വന്നതാണല്ലോ, തിരിച്ച് വീട്ടിലെത്തേ വേണം. എന്ത് ചെയ്യാനേ? എന്നിട്ട് ഇങ്ങനെ അവിടെ നിന്നിട്ട് ഓരോരുത്തരെ വിളിക്കുകയാണ്. റേഞ്ചും ഇല്ല, തീരെ റേഞ്ചില്ല. ഭയങ്കര ടെൻഷനായി പോയെ. ഫാജിസ്കനാനും വിളിക്കാനും പറ്റില്ല. ഞാനും ഇവളും പിന്നെ ബ്രദറിന്റെ വൈഫും കൂടെ പോയിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഒന്ന് ഇങ്ങനെ പെട്ട് തന്നിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുക, എന്തായാലും പോവണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വാശിക്ക് ഇറങ്ങിയതായിരുന്നല്ലോ. അങ്ങനെ അവിടെ നിന്ന് അതിലേ പോകുന്ന ഏതോ ഒരാളെ വിളിച്ചിട്ട് കൈ കെട്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ വേഗം വന്ന് വർക്ക്ഷോപ്പത്തെ ആളെ കൊണ്ടുവന്ന് വണ്ടീൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന്. അപ്പം വണ്ടീൻ്റെ ആക്സിലേറ്റർ ക്യാബിൾ പൊട്ടിയതാണെന്ന് പറഞ്ഞ് അങ്ങനെ ടെൻഷനായി. ഇന്ന് പോകാൻ പറ്റൂല, വണ്ടി ഇവിടെ നിർക്കണം, അത് നന്നാക്കിയിട്ട് നാളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എങ്ങനെ വീട്ടിൽ പോകും, കുന്നിൻ്റെ മുകളിൽ വീട്ടിലെത്തണ്ടേ? അങ്ങനെ നിൽക്കുമ്പോൾ നല്ല ആൾക്കാർ കേട്ടോ, ഭയങ്കര ഒരു സ്നേഹം, അതിനേക്കാളും ഒരു വിശ്വാസമുള്ള രീതിയിലുള്ള ആൾക്കാരുണ്ടാവില്ലോ. അവർ പറഞ്ഞ് മോളി ടെൻഷനാവേണ്ട, ഈ വണ്ടി എടുത്തിട്ട് നിങ്ങൾ പോയിക്കോ, എന്നിട്ട് നാളെ വന്നാൽ മതി. അപ്പം നമുക്കൊരു, അതായത് ഇങ്ങനത്തെ സിറ്റുവേഷന് ഫസ്റ്റായിട്ടുള്ളൊരു അനുഭവമാണല്ലോ. പക്ഷെ ഭയങ്കര ഒരു വിശ്വസിക്കാൻ പറ്റാത്ത
ശരിക്കും അവിടുത്തെ ആൾക്കാർ ഒരു ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പുതിയൊരു എക്സ്പീരിയൻസ്. ഇങ്ങനെ വണ്ടി ഇങ്ങനെ കേടാവാം, വണ്ടി അവിടെ വെക്കുക. അപ്പോൾ ഇവർ പറയുകയാണ് നമ്മളെ ഈ വണ്ടി എടുത്തിട്ട് നിങ്ങൾ വീട്ടിൽ പോയിക്കോ, എന്നിട്ട് നാളെ വന്നാൽ മതി, നാളെ വന്നിട്ട് നാളെ എന്തായാലും വരുമല്ലോ, അപ്പോൾ നിൻ്റെ വണ്ടി എടുത്ത് പോവാ അങ്ങനെയൊക്കെ കേട്ടോ. പക്ഷെ എന്നാലും ഒരു നല്ലൊരു അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്രത്തോളം നമ്മൾ ആൾക്കാർ ഹെൽപ്പ് ചെയ്യും, സപ്പോർട്ടായിട്ട് എത്ര ആൾക്കാരുണ്ട്, എങ്ങനെയൊക്കെയാണെന്ന്. ശരിക്കും അവിടെ ഒന്നും ഒരു മനുഷ്യന്മാരില്ല, അതായത് ഒരു അധികം ആൾക്കാരില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ കാണാൻ ഒരു പറഞ്ഞ വണ്ടി എടുത്തിട്ട് പോയിക്കോ, നാളെ വന്നാൽ മതി. അങ്ങനെ അവരുടെ വണ്ടി എടുത്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഇവിടെ തിരിച്ചെത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നാളെ പോയിട്ട് എൻ്റെ വണ്ടി എടുക്കണം, അപ്പം നന്നാക്കാൻ പൈസ എത്രയാവുന്നോ, അല്ലെങ്കിൽ അഡ്വാൻസ് വെക്കണമെന്നോ, അല്ലെങ്കിൽ തെളിവായിട്ട് നിങ്ങളെ നമ്പർ വേണമെന്നോ അങ്ങനെയൊന്നും ചോദിച്ചില്ല. ഞാൻ എൻ്റെ നമ്പർ വേണോ ഒരു വിശ്വാസത്തിന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തായാലും നിങ്ങൾ വണ്ടി ഇവിടെ ഉണ്ടല്ലോ, പോരും, അങ്ങനത്തെ വിശ്വാസക്കുറവൊന്നുമില്ല. അങ്ങനത്തെ രീതിയിൽ നമുക്കും കൂടി ഒരു സന്തോഷവും പോവാനും, അതായത് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ആൾക്കാർ. പക്ഷെ മിനിയൂട്ടി വരെ പോയി, പക്ഷെ വീഡിയോ എടുക്കണമെന്നും അവിടെ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലൊന്നും കുറേ വീഡിയോ എടുക്കണം, കുറച്ച് ഫോട്ടോ എടുക്കണം, അതിനൊക്കെ വേണ്ടി നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയതേനു. പക്ഷെ എന്തായി, ഒന്നും കഴിഞ്ഞില്ല. ജസ്റ്റ് 1 കിലോമീറ്റർ വ്യത്യാസത്തിൽ വണ്ടി കേടായിട്ട് എന്നിട്ട് ഇവിടേക്ക് തന്നെ വന്ന് ഓരോ വണ്ടി എടുത്ത് ഇവിടേക്ക് വന്ന് ഇനിയിപ്പോൾ നാളെ ആ വണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. പക്ഷെ എന്നാലും നല്ല രീതിയിൽ നല്ലൊരു അതായത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഇന്നത്തെ ഒരു ദിവസം ഇതുവരെ ലൈഫിൽ അനുഭവിച്ചിട്ടില്ല. എങ്ങനെയാണ് റോഡിലൊക്കെ വണ്ടി കേടായിട്ട് ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവാന്നൊക്കെ. പക്ഷെ ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.